ഹായ് മോർണിംഗ്. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയ സ്ഥലമാണിത്. ഇന്നലെ ടെൻറ്റിൻ്റെ അകത്ത് താമസമാക്കി. കാരണം ഇനി റൂം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ അപ്പുറം പോകണം. ഞാൻ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിന്ന് ടെൻ്റ് അടിച്ചു. ഹൈവേയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ടാണ്. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നും ഉറക്കത്തെ ബാധിച്ചില്ല. നല്ല സുഖമായ ഉറക്കം കിട്ടി. നേരത്തെ എണീക്കുകയും ചെയ്തു. ഇതാണ് ടെൻ്റ് അടിച്ച സ്ഥലം. ഇന്നലെ വരുന്ന വഴി തന്നെ ടെൻ്റ് അടിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. റൂം എടുക്കേണ്ട ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി അവിടെ ടെൻ്റ് അടിക്കാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ വേറെ ഒന്നും നോക്കില്ല, വേഗം ടെൻ്റ് അടിച്ചു. ഇവിടെ പിന്നെ ചോദിക്കാൻ ഇതിൻ്റെ ഓണേഴ്സിനെ ആരും കണ്ടില്ല. മുമ്പ് അങ്ങ് പൂട്ടിപ്പോയ ഒരു ഹോട്ടലാണ് ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അവിടെ എന്തെങ്കിലും പ്രവർത്തനക്ഷമമല്ലത്, അടച്ചു പൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടെൻറ്റിൻ്റെ പിറകിലായിട്ട് കരിമ്പും തോട്ടങ്ങളൊക്കെ ഉണ്ട്. മുറിയിൽ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്, എന്നാലും ഇതാണ് അതിൻ്റെ സുഖം. ബാഗേജൊക്കെ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ച്, ഒരു സൈഡിൽ മൊത്തം ബാഗേജ് ഒതുക്കി വെച്ച് ഇപ്പുറത്ത് സ്ലീപ്പിംഗ് ബാഗ് വെച്ച്. സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കയറി കിടന്നുറങ്ങിയില്ല. കാരണം ഇത് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് കിടന്നു വിരിച്ചിട്ട് അതിൻ്റെ മേലെ കിടന്നു. അങ്ങനെ ഇന്ന് എനിക്ക് കിടന്നുറങ്ങാനുള്ള വീട് റെഡി ആയിട്ടുണ്ട്. ടെൻറ്റ് എന്തായാലും ടെൻറ്റ് വാങ്ങിയ പൈസ മുതലാവണ്ടേ, നല്ല കാര്യമുള്ളൂ. ഇന്നിനി നമുക്ക് പോകാനുള്ളത് മുംബൈയിലേക്കാണ്. മുംബൈയിലേക്ക് ഇവിടുന്ന് 300 കിലോമീറ്റർ മേലുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്താവുന്നതാണ് മുംബൈയിൽ. കാരണം നല്ല അടിപൊളി ഹൈവേ ആണുള്ളത്. ഒരു പിടുത്തം പിടിച്ചാൽ ഒരു 2 മണി 3 മണി ആകുമ്പോൾ മുംബൈയിലെത്താം.
മുന്നിലൊരു തുരങ്കം വരുന്നുണ്ട്. നേരത്തെ തൊട്ടുപുറകിലൊരു തുരങ്കം ഉണ്ടായിരുന്നു. ന്യൂ കത്രാജ് ട്യൂണൽ 1338 മീറ്റർ, അതായത് 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നീളമുള്ളൊരു തുരങ്കമാണ്. ജഗ ജഗദ. വലിയൊരു പെരുമ്പാമ്പിന്റെ വായെന്ന് പുറത്തേക്ക് ചാടിയ പോലത്തെ ഫീല്. പതിനഞ്ച് മിനിറ്റിലേറെയായി ഞാൻ ഈ പൊട്ടിപ്പൊളിഞ്ഞ ചെളി റോട്ടിലൂടെ പോകാൻ തുടങ്ങിയിട്ട്. ആകെ മഴ പെയ്ത് ഇത് വെള്ളം കെട്ടിയൊക്കെ എടുക്കുന്നുണ്ട് റോട്ടിൽ. നമ്മൾ ബൈക്കുകാർക്കുള്ള ഒരു ബെനിഫിറ്റാണ്, ടോൾ കൊടുക്കണ്ട, ടോളിൻ്റെ അവിടെ ക്യൂ നിൽക്കണ്ട. ഈ ലെഫ്റ്റിലെ ഈ ചെറിയ ഇടവഴി കൂടെ ഇങ്ങനെ മെല്ലെ നീങ്ങിയാൽ മതി. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൂനെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അത് മുംബൈയിലോട്ട് പെട്ടെന്ന് എത്തുള്ളൊരു വഴിയാണ്. അതിൽ ബൈക്കിന് പ്രവേശനമില്ല. ബൈക്കിന് പാർഷ്യലായിട്ട് കുറച്ച് ഭാഗങ്ങളിലോട്ട് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് അതുവഴി പോകാൻ കഴിഞ്ഞില്ല, മാറിയിട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതെന്തായാലും ബൈക്കുകാരോട് ചെയ്യണ ഒരു അനീതിയായിപ്പോയി. മുംബൈ എന്ന മഹാനഗരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നല്ല സ്റ്റേ നോക്കണം. എവിടെയൊക്കെ നല്ല വില കുറഞ്ഞ റൂം കിട്ടാൻ നോക്കിയിട്ട് സ്റ്റേ അടിക്കളൊരു. കേരള कितना दिन में पहुंचे? 5 दिन। केरला में किधर? केरला मलप्पुरम। हाँ मलप्पुरम तिरूर। अच्छा मणिपुरम। अभी कहाँ पे कहेंगे? मुंबई, देन गुजरात, राजस्थान, ऑल ओवर इंडिया। कोलाबा तक जाएंगे। इधर से गेट वे ऑफ इंडिया। गेट ऑफ इंडिया फिर? हाँ गेट ऑफ से गुजरात सूरत तक जाएंगे। अकेले है और भी है? अकेले है। मतलब काय का राउंड मार रहे? मतलब क्यों ऐसा अपना कुछ सर्वे कर रहे? हाँ ऐसा सर्वे उसमें आपको नहीं घूमने के लिए, ऐसे ही घूमने के लिए। हाँ
रात में फिर स्टे किधर करते होटल में? होटल में तो उतना पैसा पानी लेके निकलते थे फिर स्टे को मतलब एक गाड़ी देगा पूरा एकदम। चलो बेस्ट ऑफ लक। ओके बाय थैंक्स गुड लक थैंक यू നമ്മളൊരു അന്യനാട്ടിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാരുടെ സ്നേഹം നോക്കണം. ആദ്യം ഒരു മുതൽ അത്ഭുതം ആശ്ചര്യം ഒറ്റക്കോ ഇത്രയും ദൂരം പിന്നെ അവർക്ക് തന്നെ നമ്മൾ ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നുന്ന പോലെ സംസാരം വിചാരിക്കും. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് യാത്രയൊക്കെ. മുമ്പത്തെ യാത്രയിൽ എനിക്ക് അനുഭവമുണ്ട്. കുറേ ആൾക്കാർ നമ്മൾ എവിടെ പോയാലും രാജസ്ഥാൻ ആയിക്കോട്ടെ ഗുജറാത്ത് ആയിക്കോട്ടെ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ എവിടെ പോയാലും നമ്മൾ ദൂരെ നിന്ന് വരാൻ ഒറ്റക്കാന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഉള്ളിലുണ്ടാവും. എന്താ ഞാൻ വാങ്ങി തരുന്നത്, എനിക്ക് ചായ വാങ്ങി തരണോ, ഭക്ഷണം കഴിക്കണോ, കുറേ ചോദ്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാവുന്നത് മനുഷ്യന് എല്ലായിടത്തും മനുഷ്യൻ്റെ എന്താ പറയുക ധാർമ്മികമായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്, ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞത് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാത്രം. ഇങ്ങനെ ഇന്നത്തെ യാത്ര മുംബൈയിലെത്തി അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. പിന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.